ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. തീർച്ചയായിട്ടും മക്കളെ, നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണണം. എന്നാൽ ഈ ചാപ്റ്റർ ഏറ്റവും സിമ്പിളാക്കിയിട്ട് നിങ്ങൾ ഏറ്റവും സിമ്പിൾ ടിപ്സിലൂടെ ഞാൻ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. മാത്രമല്ല കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കണം. ഇതേപോലെ ഏതൊക്കെയാണ് വേണ്ടതൊക്കെ പറഞ്ഞു തരണം. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ സിമ്പിൾ മെത്തേഡിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരും. സ്വാഭാവികമായിട്ട് 10ാം ക്ലാസ് പഠിക്കുന്ന മക്കൾക്ക് ഏറ്റവും ടഫാണെന്ന് പറഞ്ഞ ഒരു പാർട്ടാണ് ഈ രാഷ്ട്രതന്ത്രശാസ്ത്രം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്. നിങ്ങൾക്കറിയാം, 10ാം ക്ലാസ്സിലെ ബുക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ ഓരോ ചാപ്റ്റേഴ്സും ഓരോ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെ ചാപ്റ്റർ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. മൂന്നാമത്തെയും 9ാമത്തെ ചാപ്റ്റർ പൊളിറ്റിക്കൽ സയൻസ് എന്ന ബ്രാഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ മക്കളെ, അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന എന്നാൽ ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് വാങ്ങാൻ പറ്റിയ ചാപ്റ്ററാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇന്ന് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നതും ഈ ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്ന ഒരു ഏരിയ ഉണ്ട്. അതെങ്ങനെ പഠിക്കും സാറേ? ഒരുപാട് കുട്ടികൾ ഡൗട്ട് വെച്ചതാണ്. ആ ഭാഗം ഇന്ന് സിമ്പിളായിട്ട് ഒരൊറ്റ ചിത്രം, ആ ചിത്രത്തിൽ നിങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. സോ ഞാൻ വീണ്ടും പറയുന്നു, ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യുക, വീഡിയോ കാണുക. മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ മക്കളെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് ആദ്യം പഠിക്കേണ്ടതെന്ന് അറിയേണ്ടത്. കുറേ പഠിച്ചു പോയിട്ട് കാര്യമില്ല. എന്താണ്, ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് സാർ കൃത്യമായിട്ട് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ എന്തായാലും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കണം. അതിൽ ഒന്നാമതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന ഭാഗം കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അടുത്തതാണ് ബ്യൂറോക്രസി. എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദം? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ഇന്ത്യൻ സിവിൽ സർവീസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്. ഈ 4 എണ്ണത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കത് സിമ്പിളാക്കി ഞാൻ മാറ്റിത്തരാൻ വേണ്ടി പോവാണ്. ആദ്യം തന്നെ നിങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് 2 മാർക്കിന്, വാട്ട് ഈസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? എന്താണ് പൊതുഭരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ, പൊതുഭരണ ഡെഫിനിഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ്, അതേപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറയും. അഥവാ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും അതേപോലെ ഗവൺമെൻറ് നയപരിപാടികളും വികസന പദ്ധതികളൊക്കെ നടപ്പാക്കുക. എങ്ങനെ? ഭൗതിക സാഹചര്യവും മനുഷ്യവിഭവം ഫലപ്രദമായി വിനിയോഗിക്കുന്നതിലൂടെ ഈ സാധനങ്ങളൊക്കെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതാണ് പൊതുഭരണം എന്ന് പറയുക. സഭ ഈ ഡെഫിനിഷൻ നമ്മൾ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞു വെക്കണം. ഞാൻ ഇതിനെ ഈ ഡെഫിനിഷൻ ആണെന്ന് മാറ്റുകയാണ് കേട്ടോ. നോക്കിക്കളെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഡെഫിനിഷൻ മാറ്റാം കേട്ടോ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇങ്ങനെ ഷോർട്ടാക്കി. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്യണം? എഫക്റ്റീവ് ആവണം. അതേപോലെ തന്നെ യൂട്ടിലൈസേഷൻ ചെയ്യണം. യൂട്ടിലൈസേഷൻ, എഫക്റ്റീവ് ആൻഡ് യൂട്ടിലൈസേഷൻ ആർക്കൊക്കെയാണ് പറഞ്ഞത് അറിയോ? നോക്കി, മെൻ ആൻഡ് മെറ്റീരിയൽ. അഥവാ ഇവിടെയുള്ള മനുഷ്യനും അതേപോലെ തന്നെ മെറ്റീരിയൽ. അപ്പോൾ ഇതെന്താ ഞാൻ ഉദ്ദേശിച്ചത്? മെറ്റീരിയൽ ആണ് അറിയാൻ ചെയ്യുക, ജസ്റ്റ് എഴുതി വെക്കുക. മെറ്റീരിയൽ ആണ് ഭൗതിക സാഹചര്യം എന്നാട്ടോ. മെറ്റീരിയൽ ഉദ്ദേശിച്ച് ഭൗതിക സാഹചര്യം. എന്തിന്? ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ടപ്പാക്കുക. അഥവാ ഇവിടേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എന്തൊക്കെ നോക്കി? എക്സിസ്റ്റിംഗ് ലോസ്. ഞാൻ അത് ചെയ്തിട്ട് ഓരോന്ന് ചെയ്തിട്ട്. എക്സിസ്റ്റിംഗ് ലോ. അടുത്തത് എന്താണ്? പോളിസീസ്. അടുത്തത് പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ്. ഡീപ്പിന് ചെയ്താൽ ഞാൻ ഷോർട്ടാക്കി തന്നുള്ളൂ മക്കളെ. ഈ പോയിന്റ് ഇങ്ങനെ പഠിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഈ രീതിയിലേക്ക് തോന്നും. അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ്. ആർക്കൊക്കെ? മെന്നിനും അതേപോലെ മെറ്റീരിയൽസ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എഫക്റ്റീവ് ആവണം. ഏതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് എഫക്റ്റീവായി കിട്ടണം? എക്സിസ്റ്റിംഗ് ലോസ്, പോളിസീസ്, പ്രോഗ്രാംസ്. ഇത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് വിളിക്കുന്നത്. സോ മക്കളെ, ഈ രീതി പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സിമ്പിളാക്കി പഠിക്കാൻ കഴിയും. ഒന്ന് നോക്കിയടാ, ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കി, ഒന്ന് പോസ് ചെയ്തിട്ട് കൃത്യമാണെന്ന് വായിച്ചു നോക്കി. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ്, പോളിസീസ്, പ്രോഗ്രാംസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് പറയും. അപ്പോൾ മാഷേ, ഞങ്ങളെന്താ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് മാത്രമേ ഉള്ളൂ, ഞങ്ങളെ മലയാളം മീഡിയംകാർ നിങ്ങൾ പരിഗണിക്കില്ല ചോദിക്കും. മക്കളെ, നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവർക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാറ്റുക, മലയാളത്തിലേക്ക് ചെയ്താൽ. അപ്പോൾ ഇവിടെ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ലോ എന്നുള്ളടത്ത് എന്ത് ചെയ്യുക, നിയമങ്ങളും. ഞാൻ കളറൊന്ന് മാറ്റണ്ടേ,
നിയമങ്ങളും ഒന്നുകൂടി ഞാൻ കൃത്യമായിട്ട് മാറ്റുന്നുണ്ട്. നിയമങ്ങളും നയപരിപാടികളും വികസന പദ്ധതികളും. അപ്പം നിങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് വായിക്കുക, രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളും നയപരിപാടികളും വികസനവും ആർക്കൊക്കെ ഭൗതിക സാഹചര്യത്തിനും മനുഷ്യനും എഫക്റ്റീവ് ആവുന്നതിനും ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനെ എന്ത് വിളിക്കുന്നു? പൊതുഭരണം എന്ന് വിളിക്കുന്നു. അഥവാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇംഗ്ലീഷ് വായിച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വായിക്കുക. അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചോദിച്ചാൽ ഇനി കാണാതെ പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ വരച്ച ചിത്രം ആലോചിക്കുക, എന്നിട്ട് കൃത്യമായിട്ട് പറയാം ഇതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊതുഭരണം എന്ന് പറയാം. ഈ പൊതുഭരണത്തെ ഡൈനാമിക് ആക്കുന്നതും നല്ല രീതിയിൽ ചലനാത്മകമാക്കുന്നതും ആരറിയടാ? നമ്മളെ ബ്യൂറോക്രസിയാണ്. നിങ്ങൾക്ക് അടുത്തത് ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി? എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി? ഈ 5 എണ്ണം ചോദിക്കും. ഈ 5 എണ്ണം മാത്രമല്ല കേട്ടോ, ഇത് കൃത്യമായിട്ട് പഠിക്കും വേണം. അപ്പോൾ ഏതൊക്കെയൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ജസ്റ്റ് എല്ലാവരും പറഞ്ഞു നോക്കി. ഒന്ന് ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ, ശ്രേണീകരമായ സംഘാടനം. അടുത്തതാണ് പെർമനൻസ്, സ്ഥിരത. അപ്പോയിൻമെൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാളിഫിക്കേഷൻ, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. അടുത്തതാണ് പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഈ 5 എണ്ണവും എന്താണ്? ദ ഫീച്ചേഴ്സ് ഓഫ് ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ആണ്. സോ ഇതിന് ഓരോ പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ബട്ട് മക്കളെ നിങ്ങൾ പേടിക്കേണ്ട, ഇതെല്ലാം ഞാൻ ഒരു ചിത്രത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റിത്തരാം. ഇത് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇത് മാത്രം എൻ്റെ മക്കൾ പഠിച്ചാൽ മതി. എങ്ങനെയാണെന്നല്ലേ? വാടാ കാണടാ, ഈ വീഡിയോ കാണുന്നതാണ് ആ പഠിച്ച് കൈയാണ്. അത് കൃത്യമാക്കി പഠിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ നോക്കാം, ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ എന്താ നോക്കട്ടോ. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിൽ വരും തോറും കൂടുതൽ ഉദ്യോഗസ്ഥന്മാർ ഉൾക്കൊള്ളുന്ന രീതിയാണ് ശ്രേണിപരമായ സംഘാടനം എന്ന് പറയുന്നു. ഞാൻ ഇത് ചിത്രത്തിലേക്ക് മാറ്റട്ടോ. ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് എത്തുമ്പം വെൻ റീച്ചസ് അറ്റ് ലോവർ ലെവൽ എത്തുമ്പോൾ എന്ത് ചെയ്യാണ്? ആൾക്കാരുടെ എണ്ണം കൂടുകയുമാണ്. നോക്കട്ടോ ഞാൻ അങ്ങനെ ചിത്രം വരച്ച് നോക്കളെ. എ മാൻ അറ്റ് ദ ടോപ്പ് ഇങ്ങനെ വരച്ചിട്ടോ. നോക്കിയോളെ, എ മാൻ അറ്റ് ദ ടോപ്പ്, the numbers increases when reaches at lower level is known as hierarchical organization. സോ ഈ ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചിത്രത്തിലേക്ക് എന്താണ് ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത, ഉദ്യോഗസ്ഥ വൃന്ദത്തിന് ആദ്യത്തെ പ്രത്യേകത പഠിക്കുക. ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുള്ള ആ ഒരു പ്രത്യേകതയാണ് ശ്രേണിപരമായ സംഘാടനം എന്നെന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. ഇപ്പം ഈ വെൻ റീച്ചസ് അറ്റ് ലോവർ ലെവൽ നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ എന്താ അറിയടാ, നിങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയ നിങ്ങളെ മനസ്സിലേക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും കിട്ടുന്നു. നമ്മൾ ഇതേപോലെ ഫുൾ ചിത്രം വരച്ച് നിങ്ങൾക്ക് ഞാൻ സെറ്റപ്പ് ആക്കി തരും. വെൻ റീച്ചസ് അറ്റ് ലോവർ ലെവൽ എന്നെന്ത് ചെയ്യുക? നിങ്ങൾ എഴുതി വെക്കുക ലോവർ ലെവൽ. ഇപ്പോൾ ലോവർ ലെവൽ താഴത്തൊക്കെ ആക്കിയിട്ട് എഴുതി വെക്കാം. വേണമെങ്കിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ കുറേ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കും. അപ്പോൾ ഹൈറാർക്കിയൽ ഓർഗനൈസേഷൻ സെറ്റ് ചിത്രം വരച്ച് ചെയ്യുന്നു. ഇനി അടുത്തതാണ് അടുത്ത ഫീച്ചറാണ് പെർമനൻറ്റ്, സ്ഥിരത. അത് ഏത് പേഴ്സണെ അപ്പോയിൻ്റ് ചെയ്യണം? പേഴ്സൺ ആട്ടോ. അപ്പോൾ സാധാരണ ഒരാളാണ് എ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ സർവീസ് ചെയ്യുകയാണെങ്കിൽ വിൽ കണ്ടിന്യൂ സർവീസ് എപ്പം ടിൽ കേട്ടോ, ആശ്ചര്യത്തിന് ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ് ആവും കേട്ടോ. അപ്പോൾ ആകെ കുത്തുവാളൊക്കെ എടുത്താണ്, പാവമാണ്, വയസ്സനായിരുന്നു കേട്ടോ. അതട്ടോ ഞാൻ ഈ ചിത്രം ഉദ്ദേശിച്ചത്, ഈ കാലം അതാട്ടോ ഉദ്ദേശിച്ചത്. പാവം പ്രാവു കേള ആ ചിത്രം ഉദ്ദേശിച്ചു കേട്ടോ. അപ്പം ഇത് മാറ്റി നോക്കിക്കോട്ടോ. ഇത് വായിക്കുമ്പോൾ എങ്ങനെ വായിക്കണം? എ പേഴ്സൺ അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ സർവീസ് ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. അപ്പോൾ വിൽ കണ്ടിന്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ലെങ്കിൽ താഴത്ത് എന്ത് ചെയ്യുക? ഒരു വിൽ കണ്ടിന്യൂ കൊടുത്താൽ മതി. വിൽ കണ്ടിന്യൂ സർവീസ് ടിൽ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. അപ്പോൾ ഇനി മറക്കരുത് കേട്ടോ. അപ്പോൾ സ്ഥിരത എന്ന് ചോദിച്ചാൽ ഈ ചിത്രം നിങ്ങൾക്ക് ആലപിച്ചാൽ മതി. എ പേഴ്സൺ അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ സർവീസ് ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. അത് നോക്കിയാൽ ഒരു ഉദ്യോഗസ്ഥനെ അപ്പോയിൻ്റ് എടുത്തുള്ള നിങ്ങൾ മലയാളം എന്ത് ചെയ്യുക? നിയമിക്കുക. ഒരു ഉദ്യോഗസ്ഥൻ നിയമിക്കുമ്പോൾ നിശ്ചിത പ്രായം വരെ എന്ത് ചെയ്യുക? സേവന കാലാവധി ഉണ്ടായിരിക്കും. ആ ചിത്രം എന്ത് ചെയ്യുക? മലയാളത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റിയെടുക്കുക. അപ്പോൾ സാർ എന്ത് മലയാളം പറയാത്ത? മലയാളം മീഡിയക്കാർക്കൊക്കെ ഞങ്ങൾ സെറ്റാക്കിയിട്ട് നമ്മളെ ആസ്ട്രാ ബാച്ചിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആസ്ട്രാ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. താഴെ നമ്പർ പോകുന്ന കാണാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചാനലിൽ കയറി നിങ്ങൾക്ക് കിട്ടും. മക്കളെ അവിടെ വാടാ, ഇതിനേക്കാൾ അടിപൊളി ഗംഭീരമായിട്ട് എല്ലാ ചാപ്റ്ററിനെയും ഇതേപോലെ നമ്മൾ പഠിപ്പിച്ച് തരുന്നുണ്ട് കേട്ടോ. സോ
നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതും കൃത്യമായിട്ട് പഠിച്ചു. എ പേഴ്സൺ അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ സർവീസ് ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. ഇപ്പോൾ എൻ്റെ എത്ര ചിത്രങ്ങൾ വരയ്ക്കാൻ അറിയില്ല എനിക്കറിയാം. അപ്പോൾ കുറച്ചുകൂടി പെർഫെക്ഷൻ ആക്കാൻ കഴിയുകയാണെങ്കിൽ സെറ്റ് ആവും കേട്ടോ. അപ്പം വിൽ കണ്ടിന്യൂ സർവീസ്. ഇനി അടുത്ത് നോക്കിക്കോളി, അടുത്ത ഫീച്ചറാണ് ദ എംപ്ലോയി. എംപ്ലോയി ആകുമ്പോൾ ഞാൻ ചിത്രം ഒന്നൊരു മാറ്റി കേട്ടോ. ഒന്നൊരു ചിത്രം മാറ്റി. എംപ്ലോയി ആണല്ലോ, അപ്പോൾ ബാഗൊക്കെ ഉണ്ട് കേട്ടോ. ബാഗ് 150 രൂപേൻ്റെ ബാഗാണ്. അപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യാണ്? റിക്രൂട്ടഡ്. എംപ്ലോയീസ് എന്ത് ചെയ്യാണ്? റിക്രൂട്ട് ചെയ്യാണ്. റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിൻറ്റ് ചെയ്യാണ്. റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിൻറ്റഡ് എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഇവർക്കുള്ള എന്താണോ ക്വാളിഫിക്കേഷൻ, ഡിഗ്രി അല്ലെങ്കിൽ പി ജി അങ്ങനെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ആ ക്വാളിഫിക്കേഷനൊക്കെ വെച്ചിട്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ പറയാൻ പോവാം. അപ്പോൾ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനത്തിൽ ഒരു ഉദ്യോഗസ്ഥാർത്ഥിക്ക് അപ്പോയിൻമെൻറ്റ് ചെയ്യാനും നിയമിക്കാനും ഇതാക്കാൻ എന്ത് ചെയ്യണം? അയാളെ യോഗ്യത അടിസ്ഥാനമാക്കിയേ എന്ത് ചെയ്യണം? നിയമിക്കുള്ളൂ. അപ്പോൾ നോക്കി കേട്ടോ, ഇതെന്താണ്? ബാഗ് ഉണ്ടായാലും എംപ്ലോയി ആണ്, ബാഗ് ഇല്ലെങ്കിൽ പേഴ്സൺ ആണ്. നോക്കി, ദ എംപ്ലോയി റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിൻറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഇതെന്താണ്? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ അതും ചിത്രത്തിലേക്ക് മാറ്റി. അതും നമ്മൾ ചിത്രത്തിലേക്ക് മാറ്റി പഠിച്ചടാ, ഇത്രയേ ഉള്ളൂ. അപ്പം അതും പഠിച്ചു കഴിഞ്ഞു. അപ്പം ഒരു പേഴ്സണിന് നിശ്ചിത കാലാവധി വരെ സേവന കാലാവധി ഉണ്ട്. അതേപോലെ എങ്ങനെ നിയമിക്കുക? യോഗ്യത അടിസ്ഥാനമാക്കി മാത്രം എന്ത് ചെയ്യുള്ളൂ? നിയമിക്കുള്ളൂ. അടുത്ത പോയിന്റ് രാഷ്ട്രീയ നിഷ്പക്ഷത. ഇത് നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിലും ഇതെന്തായാലും മറക്കരുത്. ഇതെന്തായാലും എന്ത് എഴുതിയാലും ഇതെന്തായാലും എഴുതാതെ പോകരുത്. നോക്കിക്കോളി, രാഷ്ട്രീയ നിഷ്പക്ഷത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പാർട്ടി ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് റിഫ്ലക്റ്റ് ഓൺ ദെയർ വർക്ക്. നമ്മൾ ഏതിലെത്തിയാൽ പോലും എന്ത് ചെയ്യരുത്? ദേ ഷുഡ് ആക്ട് ന്യൂട്രാലിറ്റി. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നിഷ്പക്ഷത പാലിക്കണം. അഥവാ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായിട്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. അടുത്തൊരു ഫീച്ചറാണ്, നമ്മൾ ഏതിലാണോ ഉള്ളത്, നമുക്കൊരു പാർട്ടി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യരുത്? നമ്മളതായിട്ട് എന്ത് ചെയ്യരുത്? അവിടെ ഇതാക്കരുത്. നമ്മളവിടെ എന്ത് ചെയ്യണം? ഷുഡ് നോട്ട് റിഫ്ലക്റ്റ് ഓൺ ദെയർ വർക്ക്. വി ഷുഡ് നോട്ട് എന്ത് ചെയ്യണം? ആക്ട് ന്യൂട്രാലിറ്റി. അവിടെ കക്ഷി താല്പര്യങ്ങളൊന്നും ഉണ്ടാവരുത്. അവരുടെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പങ്കെടുക്കണം. അതായത് പ്രവർത്തനങ്ങളിലൊന്നും രാഷ്ട്രീയം എന്ത് ചെയ്യരുത്? പ്രതിഫലിക്കാൻ പാടില്ല. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഇത് ലാസ്റ്റത്തെ പോയിൻ്റാണ്, ഇത് പഠിക്കാൻ ലാസ്റ്റത്തെ പോയിൻ്റാണ്. എവറി ഗവൺമെൻറ് എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഓൺ ദെയർ വർക്ക്. അടുത്തൊരു ഫീച്ചറാണ്. ഏത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിലും, എംപ്ലോയി കേട്ടോ, എംപ്ലോയിൻ്റെ ചിഹ്നം വരയ്ക്കുമ്പോൾ എന്താണ്? ബാഗ് വേണമല്ലേ? ബാഗൊക്കെ കേട്ടോ, പാവം പ്രാവുകളെ, ഇത് ഞാൻ കേട്ടോ. അപ്പോൾ എവറി ഗവൺമെൻറ് എംപ്ലോയി എന്ത് ചെയ്യണം? മസ്റ്റ് ബി എന്താണ്? മസ്റ്റ് ബി സ്കിൽഡ് ഓൺ ദെയർ വർക്ക്. അപ്പോൾ സ്കിൽഡ് ആവണം. സ്കിൽഡ് ആവണം? കമ്പ്യൂട്ടറൊക്കെ എടുത്തിട്ട് മാഷന്മാർ വരുമല്ലോ സ്കൂൾ ക്ലാസ്സിലേക്ക്. അപ്പോൾ ഓല എന്ത് ചെയ്യാണ്? സ്കിൽഡ് ഓൺ ദെയർ വർക്ക് ആണ്. ഓൺ ദെയർ വർക്ക്. അപ്പം ഈ പോയിന്റ് ഞാൻ എന്ത് ചെയ്തു? ഇതിലേക്ക് മാറ്റി. നോക്കിട്ടോ, എവറി ഗവൺമെൻറ് എംപ്ലോയി, ഇത് ഗവൺമെൻറ് എംപ്ലോയി ആണ്. എവറി ഗവൺമെൻറ് എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഓൺ ദെയർ വർക്ക്. സ്കിൽഡ് ഓൺ ഇൻ ദെയർ വർക്ക്. ഓൺ അല്ല ഇന്നാട്ടോ വരിക. ഓണല്ല ഇന്നാണ്. സ്കിൽഡ് ഇൻ ദെയർ വർക്ക് എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ മക്കളെ, ഈ ചിത്രത്തിലേക്ക് ഇത് മാറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ രീതിയിലേക്ക് മാറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. ഞാൻ ഒന്ന് ജസ്റ്റ് പറയുകയാണെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഉറപ്പിച്ചോ. ഇപ്പം നമ്മൾ വീഡിയോ ലൈക്ക് അടിക്കുക മാത്രമല്ല, ഇത് നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാം. മീൻസർ ഇതാ പച്ചക്കാൽപ്പ് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്, സിമ്പിളാക്കിയിട്ട് ഇത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഒരു ബുക്കിൽ ഒരു പേജ് മൊത്തമായിട്ട് കിടക്കുകയാണ്. അതാണ് ഞാൻ ചിത്രത്തിലേക്ക് മാറ്റിയത്. അഥവാ 5 സ്ലൈഡാണ് ഇതിലേക്ക് മാറ്റിയത്. നോക്കിയാൽ ഒന്നാമത്തേതാണ് ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ. അഥവാ ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുള്ള സംഘടനത്തിനെയാണ് എന്ത് പറയുക? ശ്രേണിപരമായ സംഘടന എന്ന് പറയുക. അഥവാ എ മാൻ അറ്റ് ദ ടോപ്പ്. അയ്യോ കളർ കൂടിയില്ലേ? എ മാൻ at the top the numbers increases when reaches at lower level. അടുത്ത് നോക്കിയാൽ എ പേഴ്സൺ, ബാഗില്ലല്ലോ, ബാഗ് ഉണ്ടെങ്കിൽ എംപ്ലോയി ഉള്ളൂ. അപ്പം എ പേഴ്സൺ അപ്പോയിൻറ്റഡ് വിൽ കണ്ടിന്യൂ സർവീസ്. ഈ ചിഹ്നം ഓർമ്മയുണ്ടോ? ഒന്ന് പറഞ്ഞു നോക്കി. ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെൻറ്റ്. അപ്പം ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിയമിക്കുന്നത് എത്രയേക്കും? നിശ്ചിത കാലാവധി വരെ എന്ത് ചെയ്യും? അയാൾ എന്ത് ചെയ്യും? നിയമിക്കും ഒരു വ്യക്തിയെ. അടുത്തതാണ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. നോക്കിയോളി, ഒരു ബാഗ് ഉണ്ട് കേട്ടോ. ബാഗ് ഉണ്ടെങ്കിൽ എന്തിന്? ദ എംപ്ലോയി റിക്രൂട്ടഡ് ആൻഡ് അപ്പോയിൻറ്റഡ് എങ്ങനെയാണ്? ഓൺ ദ ബേസിസ് ഓഫ് ഇതെന്താടാ? ഡിഗ്രി PG ഒക്കെ ഓൺ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ.
പിന്നെ അടുത്ത് പറഞ്ഞു പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, അഥവാ പാർട്ടി ഇൻട്രസ്റ്റ് എന്ത് ചെയ്യരുത്, ഷുഡ് നോട്ട് റിഫ്ലക്ട് ഓൺ ദെയർ വർക്ക്. പാർട്ടി ഇൻട്രസ്റ്റ് എന്ത് ചെയ്യരുത്, ഷുഡ് നോട്ട് റിഫ്ലക്ട് ഓൺ ദെയർ വർക്ക്. ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മളതിലാക്കരുത്. ദേ ഷുഡ് ആക്ട് ന്യൂട്രാലിറ്റി. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രതിഫലിക്കാൻ പാടില്ല. അവരെപ്പോയി നിഷ്പക്ഷമായിട്ട് നിൽക്കണം. ലാസ്റ്റിലാണ് പ്രൊഫഷണലിസം. ഏത് ഉദ്യോഗസ്ഥാർത്ഥി എന്താണ്, അവരുടെ വൈദഗ്ധ്യം തെളിയിക്കുന്നവരാണ്, അഥവാ മസ്റ്റ് ബി സ്കിൽഡ് ഓൺ ദെയർ വർക്ക്. മക്കൾ ഈ രീതി പഠിക്കുമ്പം നിങ്ങൾക്ക് ചിത്രം വരയ്ക്കുമ്പം അത് കറക്റ്റായിട്ട് നിങ്ങളെ മനസ്സിലേക്ക് കൃത്യമായിട്ട് എത്തും, ഉറപ്പാണ്. നിങ്ങളൊന്ന് എൻ്റെ മക്കൾ, എൻ്റെ പൊന്നു മക്കൾ, ഈ വീഡിയോ കാണുന്ന മക്കളാണെങ്കിൽ ഒരു പേജ് എടുക്കുക, ഞാൻ പറഞ്ഞ ബുക്ക് എടുത്തിട്ട് കൃത്യമായിട്ട് ഈ ചിത്രം വരച്ച് ഒന്ന് പഠിച്ചു നോക്ക്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഏത് എക്സാമിന് നിങ്ങൾ മറക്കില്ല, അത് എൻ്റെ ഉറപ്പാണ്. ആ രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും. സോ ഈ സംഭവം ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് സിമ്പിളാക്കി ഞാൻ ഇവിടെ പഠിപ്പിച്ചു തന്നു. മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഇതേപോലെ എന്ത് വേണം, നിങ്ങളുടെ കമൻറ്റുകളാണ് ഞാൻ ഇതേപോലെ വീഡിയോകൾ ഇറക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ മക്കളും എന്ത് ചെയ്യണം, കമൻറ്റുകൾ അറിയിക്കുക. നമുക്ക് ഇതേപോലെ എല്ലാ ചാപ്റ്ററിനെയും സിമ്പിളായിട്ട് ഏത് ചാപ്റ്റർ വേണം നിങ്ങൾ പറഞ്ഞാൽ മതി, അത് ഞാൻ സിമ്പിളാക്കി ലെവലാക്കി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്, അല്ലെങ്കിൽ വീഡിയോ ഇടുന്നതാണ്. സോ മക്കളെ, മാക്സിമം ആൾക്കാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സോ ഇനിയും ഇതേപോലെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ. അമീൻ സാറാണ് സൈലത്തിൽ നിന്ന്.